എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസാണ്. അതിന് കാബേജ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ബീൻസ്, ക്യാരറ്റ്, പിന്നെ 2 മുട്ട. ഇനി നമ്മുടെ ചട്ടി ചൂടായി. ഇനി നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് പൊടി അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ, ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം, ബീൻസ് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിൽ ലേശം ഉപ്പിട്ടിട്ട് നമുക്ക് ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. ഒരു പകുതി വേവാവണ്ടോ, മുഴുവനായിട്ട് വാടണ്ട, പകുതി വാടിയാൽ മതി. അങ്ങനെ വെജിറ്റബിൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. പച്ചമണം മാറിയാൽ മതി, വേവണ്ട. അപ്പോൾ വെജിറ്റബിൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിൽ പട്ടിയും ഗ്രാമ്പും ഒക്കെ പൊട്ടിക്കുന്നത് ഏലക്ക അതൊന്നും മോൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, മോൾക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടതാണ്, അതുകൊണ്ടാണ് അതൊക്കെ ചേർക്കാത്തത്. അപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി സോയ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മളതിലേക്ക് കുറച്ച് സോയ സോസ് ഇതേ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ട, ഉപ്പും കുരുമുളകും പൊടി ഇട്ട് പൊരിച്ചത് അതിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ 1 ഗ്ലാസ് അരിയാണ്, അരി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ചോറ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാ ചേരുവകളും ഈ റൈസിലേക്ക് ആവണം. അപ്പോൾ നമ്മളിത് ചെയ്തു കൊടുത്തു. ഇനി നമ്മളൊരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക, ഇതൊക്കെ നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് 5 മിനിറ്റ് നേരം സെറ്റാക്കാൻ വെച്ചു. നല്ല ആവി പറക്കണം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ.